Dear students, in this video we will be discussing a lot of tools and techniques which is used by management accountants. We all are familiar with the concept management accounting. We know that's an accounting which the accountants will present the financial accounting information in such a way that to help the managers or to help the business management to take decisions. So that is management accounting. So under management accounting, there are a lot of tools and techniques available. So we'll be looking into nearly 15 plus tools in this video. The first tool is financial planning. As you already know what is financial planning is. It is setting financial objectives or goals and creating strategies to achieve these already arranged goals. ഒരു കമ്പനിയുടെ ഗോൾസ് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗോൾസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഗോൾസ് മുൻകൂട്ടി സെറ്റ് ചെയ്യുന്നതും അതിലേക്ക് എത്താനുള്ള വഴികൾ സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കലുമാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പിന് അവരുടെ ലൊക്കേഷൻസ് ഇപ്പൊ നിലവിലുള്ള ബിസിനസ്സിനെ ഒരു പുതിയ 3 ലൊക്കേഷൻസിലേക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ എക്സ്പാൻഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ എക്സ്പാൻഷൻ ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ അവർ പ്രൊജക്റ്റഡ് കോസ്റ്റ് ഇടുന്നുണ്ട്. അവർക്ക് ഈ കോസ്റ്റ് അതിന് വരുന്ന കോസ്റ്റുകൾ ഇവിടുന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ $450,000 ഇവർക്ക് അല്ലെങ്കിൽ റുപ്പീസ് ഇവർക്ക് ആവശ്യമാണെങ്കിൽ അവർ പ്ലാൻ ചെയ്യാണ്. ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊന്നും അല്ല. സോ ഫിനാൻഷ്യലി അവർ പ്ലാൻ ചെയ്യുന്നു ഈ 450,000 എവിടെ നിന്ന് ഉണ്ടാക്കും, അതിലൊരു 3 lakh ബാങ്ക് ലോൺ ആയിട്ട് റേസ് ചെയ്യാം, ബാക്കി 150,000 സേവിങ്സ് എന്ന് എടുക്കാം. ആൻഡ് അതിൽ നിന്നും ഒരു ആനുവലി ഒരു 40% റവന്യൂ ഗ്രോത്ത് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ദീസ് ആർ പ്ലാനിങ്സ്. ഒരു അടുത്ത 2 വർഷത്തിൽ 3 new locations, 450,000 cost, splitted into 3 lakh and 1 lakh from bank loan and savings. And after all, ഇതിന്റെ റിസൾട്ട് അവർ പ്ലാൻ ചെയ്യുന്നത് 40% ആനുവൽ റവന്യൂ ഗ്രോത്ത് ആണ്. സോ ഈ ഫിനാൻഷ്യൽ ആസ്പെക്റ്റുകളെയാണ് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ടൂൾ and technique under management accounting. The next one is financial statement analysis. This one we have learned very detailed. We have learned so many methods of analyzing financial statements. We have learned common size statement, comparative statement, trend analysis. All those things are done for analyzing different type of financial statement, whether it is balance sheet or P&L. So ഒരു income statement ആണെങ്കിൽ ഒരു income statementനകത്ത് റവന്യൂസും എക്സ്പെൻസുകളും ഒക്കെ ഉണ്ടാവും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റിന് ഒരു 2 lakh റവന്യൂ ഉണ്ടാവുന്നു, എക്സ്പെൻസ് 1,50,000 ഉണ്ടാവുന്നു. ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ വി ഹാവ് ടു ഡു ആൻ അനാലിസിസ് അല്ലെ. അതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഇയേഴ്സിന്റെ പ്രോഫിറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യണം. അവിടെയും നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിസ്, സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് നമുക്ക് വേണ്ടത്. ഇൻ സിമിലർ കേസിൽ നമുക്ക് ബാലൻസ് ഷീറ്റും ചെയ്യാം. അപ്പോൾ അനലൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു ട്രെൻഡ്, കഴിഞ്ഞ വർഷങ്ങളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ മുൻകൂട്ടി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കമ്പാരിസൺസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്ന ടൂള് മാനേജ്മെന്റ് അക്കൗണ്ടൻസി യൂസ് ചെയ്യുന്നത്. And cost accounting is another technique of management accounting. As we know, cost accounting in ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന എല്ലാ കോസ്റ്റുകളെയും ട്രാക്ക് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് കോസ്റ്റിനാണ് അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ബിസിനസ്സിന് അവരുടെ പൈസ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവും, എവിടെയൊക്കെ പിടിച്ചാൽ സേവിങ്സ് ചെയ്യാനായിട്ട് പറ്റും എന്ന് മനസ്സിലാവും. ഇതും കംസ് അണ്ടർ മാനേജ്മെന്റ് അക്കൗണ്ട് ടെക്നിക്. ഇതിൽ ബേസിക് ആയിട്ട് അവർ ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഐറ്റംസ് which includes cost. So this is what you call cost accounting, one of the tool under management accounting. Next one is fund flow and cash flow analysis. ഫണ്ട് ഫ്ലോ അനാലിസിസിലാണെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നടക്കുന്ന ഫണ്ടിന്റെ മൂവ്മെന്റ് ആണ്. അത് അകത്തേക്ക് വരുന്ന ഇൻഫ്ലോ ഫണ്ടും ആകാം, ഔട്ട്ഫ്ലോ ഫണ്ടും ആകാം. അപ്പോൾ ഇത് കൂടുതലും വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കണ്ടുപിടിക്കാനാണ് ഫണ്ട് ഫ്ലോനെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് എ കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ്ഡ് ഫ്രം 1 lakh to 1,50,000, അവിടെ ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിവീൽസ്
70,000 came from operations, 30,000 from a new equity fund, 50,000 was used to buy a new equipment. അപ്പോൾ ഇത് ഫണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പൈസയ്ക്ക്. ഇപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയി, പക്ഷെ അത് എങ്ങനെ ഇൻക്രീസ് ആയി എന്നുള്ളതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ ഫണ്ട് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഡു എ ഫണ്ട് ഫ്ലോ അനാലിസിസ്. അതേസമയം ക്യാഷ് ഫ്ലോന്റെ കേസസിലാണെങ്കിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന 3 കാറ്റഗറീസ് ഓഫ് ക്യാഷ് മൂവ്മെന്റ്സിനെയാണ് ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസിലെല്ലാം വരുന്ന ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മൂവ്മെന്റുകളാണ് അനലൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കഫേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഒരു 50,000 ക്യാഷ് സെയിൽസ്, അവരുടെ സെയിൽസിൽ നിന്നുള്ള ക്യാഷ് അവർ ഏൺ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അത് അവരുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നൊരു കാര്യമാണ്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ സെയിൽ ചെയ്യാന്നുള്ളതാണ്. സോ സെയിലിൽ നിന്ന് 50,000 വന്നു. ഒരു കോഫി മെഷീൻ പുതിയത് വാങ്ങി 20,000 റുപ്പീസ്, അത് അവരുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പൈസ പോവാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു 10,000 റുപ്പീസ് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ലോൺ ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, അത് അവരുടെ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പൊ അവിടെ ഒരു നെറ്റ് ക്യാഷിന്റെ ഇൻക്രീസ് വന്നിരിക്കുന്നത് 40,000 റുപ്പീസ് ആണ്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോ അനാലിസിസ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനാണ്? പിന്നീട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമിന് പാസ് ആവാൻ ഔട്ട് ഓഫ് 80ൽ 24 മാർക്സ് വേണം എന്നൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് കുട്ടികളുടെ റിസൾട്ട് വരുമ്പോൾ എക്സാം കഴിയുമ്പോൾ കുട്ടികൾ പാസ്സായോ ഫെയിൽ ആയോ എന്ന് മനസ്സിലാവുന്നത് അല്ലെ. ഈ 24 എന്നുള്ള സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുട്ടികളുടെ ആക്ച്വൽ മാർക്സിനെ അത് കമ്പയർ ചെയ്യാനും 24ന് എബവ് പോയത് എല്ലാ പേപ്പേഴ്സും പാസ്സായെന്നും 24ന് ബിലോ വന്നതെല്ലാം ഫെയിൽ ആയെന്നും മനസ്സിലാവുന്നത്. അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും. ബിസിനസ്സുകളിലും ഈ പറയുന്ന മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, ലേബറിന്റെ കോസ്റ്റ്, ഓവർഹെഡിന്റെ കോസ്റ്റ്, ഇങ്ങനെയുള്ള പല കോസ്റ്റുകളിലും ആദ്യമേ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ശരിക്കും നടക്കുന്ന ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ വി വിൽ കമ്പയർ ദി ആക്ച്വൽ വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേരിയൻസസ്, ഡിഫറൻസുകൾ മനസ്സിലാക്കുന്നു. ഡിഫറൻസ് മനസ്സിലാക്കിയാൽ ആ ഡിഫറൻസ് എങ്ങനെ വന്നു എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ആൻഡ് ലേറ്റർ വി വിൽ ടേക്ക് ദ കറക്റ്റീവ് ആക്ഷൻ. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയാം. ദിസ് ഇസ് ഓൾസോ എ ടൂൾ അണ്ടർ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ മാർജിനൽ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനെ വേരിയബിൾ കോസ്റ്റിംഗ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതായത് പ്രൊഡക്ഷന്റെ അളവ് കൂടുന്തോറും അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ അളവ് കുറയും തോറും പ്രൊഡക്ഷന്റെ അളവിൽ വ്യത്യാസം വരുമ്പോൾ കോസ്റ്റിന് എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ മിനിമം സെല്ലിംഗ് പ്രൈസ് എത്ര ഇടണം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. There is a example given in the slide. You can refer to it. So this is what you called marginal costing. And another important technique used by management accountants are budgetary control. ഇവിടെ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബഡ്ജറ്റ് ഇട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ മുൻപിലേക്ക് വരാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ബഡ്ജറ്റ് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പ്ലാൻ അവർ സെറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം നടന്നു കഴിയുമ്പോൾ, ആക്ടിവിറ്റി പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആക്ച്വൽ റിസൾട്ട് ബഡ്ജറ്റിനെ വെച്ച് മോണിറ്റർ ചെയ്യുന്നു. ആൻഡ് അതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ചിലപ്പോൾ ബഡ്ജറ്റിലായിരിക്കും വ്യത്യാസം വരേണ്ടത്, ചിലപ്പോൾ കോസ്റ്റിലായിരിക്കും വ്യത്യാസം വരേണ്ടത്. ആ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയാം. നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പറഞ്ഞതിന്റെ ഒരു സിമിലർ പാറ്റേൺ ആണ്. പക്ഷെ അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ കോസ്റ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ
ബഡ്ജറ്റ് എല്ലാം ഇവിടെ പെടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് 30,000 റുപ്പീസ് ക്വാർട്ടർലി ബഡ്ജറ്റ് വെച്ചിരിക്കുകയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പം ആക്ച്വൽ സ്പെൻഡിങ് 12,000 റുപ്പീസ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഒരു ക്വാർട്ടറിലേക്ക് 30,000 എന്ന് പറയുമ്പോൾ പെർ മന്ത് നമുക്കൊരു 10,000 റുപ്പീസ് ആണ് പ്ലാൻഡ് ആയിട്ടുള്ളൂ. പക്ഷെ അവിടെ ശരിക്കും സ്പെൻഡ് ചെയ്തത് 12,000 ആണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അവിടെ നമ്മുടെ മാനേജേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ആൻഡ് ഡിസ്കവർ ചെയ്യണം എവിടെയാണ് ഈ ബഡ്ജറ്റ് കയറിപ്പോയതെന്ന് മനസ്സിലാക്കുക. സോ ദേ റെഡ്യൂസ് ഡിജിറ്റൽ അഡ്വർടൈസിംഗ് സ്പെൻസ് ടു സ്റ്റേ വിത്തിൻ ലിമിറ്റ്സ്. അപ്പൊ അവർക്ക് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, അവർക്ക് മനസ്സിലായി അവരുടെ ഡിജിറ്റൽ അഡ്വർടൈസിംഗിൽ അവർ സ്പെൻഡ് ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി എന്ന് മനസ്സിലാവുന്നു. അവർ ആ ഡിജിറ്റൽ അഡ്വർടൈസിംഗിൽ സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നു. അതുവഴി അടുത്ത മാസങ്ങളിൽ 10,000-ന്റെ ഉള്ളിൽ തന്നെ നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ വേറെ രീതിയിലും ചെയ്യാം. ഇതിപ്പോ കോസ്റ്റ് ആണ് അവർ കൺട്രോൾ ചെയ്തത്. പകരം അവർക്ക് മനസ്സിലാവുകയാണ് ഇപ്പോൾ ഡിജിറ്റൽ അഡ്വർടൈസിങ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സെയിൽസ് കൂടി. അപ്പൊ ഡിജിറ്റൽ അഡ്വർടൈസിങ് ഈ ബിസിനസ്സിന് ഇറ്റ് ഇസ് ഗുഡ്, ഇറ്റ് ഈസ് ആ വെരി എസെൻഷ്യൽ തിങ് എന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം. അത് ബഡ്ജറ്റ് മാറ്റൂല എന്നുള്ള വാശിയൊന്നുമില്ല. അപ്പോൾ മോഡിഫിക്കേഷൻ ക്യാൻ ബി എയ്തർ ഡൺ ഇൻ ബഡ്ജറ്റ് ഓർ കോസ്റ്റ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. സോ ഈ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടൻസി യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ്. The next one is ratio analysis. നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ ഒത്തിരി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ലിക്വിഡിറ്റി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, അതുപോലെ അല്ലെ നിങ്ങൾ ഒത്തിരി കറണ്ട് റേഷ്യോസ്, സോൾവൻസി റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, അങ്ങനെ ഒത്തിരി റേഷ്യോസ് നിങ്ങൾക്ക് അറിയാം. സോ ദീസ് കൈൻഡ് ഓഫ് റേഷ്യോ അനാലിസിസ്, അനലൈസിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസിങ് റേഷ്യോസ് are one of the main technique used by management accountants. Apart from all the tools and techniques we have discussed, we have some other tools and techniques also available. അതിലൊന്നാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിച്ച് ഒരു ബിസിനസ്സിനകത്തുള്ള ഡാറ്റ, മാനേജ്മെന്റ് ഡാറ്റയെ കളക്ട് ചെയ്യാനും പ്രോസസ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റീറ്റെയിൽ ചെയിൻ, ഒരു റീറ്റെയിൽ ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിനൊക്കെ നമ്മൾ റീറ്റെയിൽ ചെയിൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ റിലയൻസ് അല്ലെങ്കിൽ നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ്, അതൊക്കെ ഇപ്പൊ നമുക്ക് പല ലുലുവിൽ മാത്രമല്ല, ഈവൻ ഫോറം മോൾ പോലത്തെ സ്ഥലങ്ങളിൽ വരെ ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ചെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അവരുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് അവരുടെ ഡെയിലി സെയിൽസ്, ചിലപ്പോൾ 50 കടകൾ ഉണ്ടാവുമായിരിക്കും, 50 കടകളിലെയും ഡെയിലി സെയിൽസ് ട്രാക്ക് ചെയ്യാനും റിയൽ ടൈം ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എപ്പോൾ വേണമെങ്കിലും ഓരോ സ്ഥലത്തിരിക്കുന്ന മാനേജേഴ്സിനും ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നത് ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അതൊരു മാനേജ്മെന്റ് ടെക്നിക്ക് ആയിട്ട് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ടെക്നിക്കായിട്ട് കൺസിഡർ ചെയ്യാം. മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ടൂൾസ്, റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ, പല ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങുകൾ, അങ്ങനെ ഒത്തിരി മെത്തേഡുകളുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെൻഡ് അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ട്രെൻഡ് അനാലിസിസ് ഒക്കെ ഒരു തരത്തിൽ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ ഇന്നിപ്പോ നമ്മൾ അഡ്വർടൈസിങ്ങിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സീസണൽ പാറ്റേൺസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അടുത്ത വരുന്ന ക്വാർട്ടറിലെ സെയിൽസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത 3 മാസം നമ്മൾ ഇങ്ങനെ പരസ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത 3 മാസത്തിൽ ഇന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്ന ആഴ്ചകൾ അല്ലെങ്കിൽ ഇന്ന മാസം വളരെ സീസണൽ ആണ്, അതൊക്കെ കൺസിഡർ ചെയ്ത് വരുന്ന അടുത്ത ക്വാർട്ടറിലെ സെയില് ഇപ്പോഴേ ഫോർകാസ്റ്റ് ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, നമ്മൾ വെറുതെ ഒരു മനുഷ്യൻ ഇരുന്ന് ഊഹിക്കുന്നതല്ല, അവിടെ ഒത്തിരി സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. അതൊരൊറ്റ ഹെഡിൽ പറഞ്ഞിരിക്കുകയാണ്, കാരണം ദർ ആർ ലോട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഹെഡിങ്ങിലേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് എക്സാമ്പിൾസ് ആണ് റിഗ്രഷൻ അനാലിസിസും കോറിലേഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. മറ്റൊന്നാണ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്. റെഗുലർ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വീക്ക്ലി റിപ്പോർട്ട് ഷോയിങ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട്, ക്വാളിറ്റി ഡിഫെക്ട്സ് ആൻഡ് ഡെലിവറി ടൈംസ്
help factory managers track the factory performance. ഈ ഫാക്ടറിയിൽ നിന്നും ഓരോ വീക്കിലും പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് എത്രയാണ്, അതിന്റെ ക്വാളിറ്റിയിൽ എത്ര ഡിഫക്റ്റ് ഉള്ള പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഡെലിവറി ടൈംസ് എത്ര സമയത്തിനുള്ളിൽ ഡെലിവർ ചെയ്യാനായിട്ട് ഓരോ പ്രൊഡക്ഷൻ സെറ്റുകളും എപ്പോൾ നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ, റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറി മാനേജർക്ക് ഉറപ്പായിട്ടും അവിടുത്തെ ഫാക്ടറിയുടെ പ്രൊഡക്ഷന്റെ പെർഫോമൻസ് അളക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഡിസിഷൻ മേക്കിംഗ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്. ദിസ് വിൽ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ സ്പെസിഫിക് ഡിസിഷൻസ്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പയറിംഗ് ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് വേഴ്സസ് ബൈയിങ് കോമ്പണൻസ് ടു ഡിസൈഡ് വിച്ച് ഓപ്ഷൻ സേവ്സ് 50,000 ആനുവലി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലോഡഡ് ഫ്രൈസ്, നിങ്ങൾ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ലോഡഡ് ഫ്രൈസ് അല്ലേ. അപ്പൊ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് നോക്കുമ്പോൾ അവർ കമ്പയർ ചെയ്യാൻ പോവാണ്. അവർക്ക് ഡിസിഷൻ എടുക്കണം, നമുക്ക് വർഷത്തിൽ ഇത്ര രൂപ സേവ് ചെയ്യാനായിട്ട് ലോഡഡ് ഫ്രൈസ് ഫ്രോസൺ ആയിട്ട് വാങ്ങി. ലോഡഡ് ഫ്രൈസ് അല്ല, ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടാണല്ലോ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. സോ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ ആയിട്ടുള്ള വലിയ പാക്കറ്റ്സ് വാങ്ങിച്ച് അത് ഉപയോഗിക്കണോ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ വാങ്ങി പ്രോസസ് ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയതിന് ശേഷം ലോഡഡ് ഉണ്ടാക്കണം? ഏത് മെത്തേഡ് എടുത്താലായിരിക്കും നമുക്ക് ഇത്ര രൂപയുടെ കോസ്റ്റ് സേവിങ്സ് നടക്കുക? അതൊരു ഒറ്റ സ്പെസിഫിക് ഡിസിഷൻ ആണ്. അങ്ങനെ ഒരു സ്പെസിഫിക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഡിസിഷൻ മേക്കിംഗ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ളതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് ഒറിജിനൽ കോസ്റ്റിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. എക്സാമ്പിൾ പറയാം. ഒരു എക്യുപ്മെന്റ് 1 lakh rupeesന് പർച്ചേസ് ചെയ്യുന്നു, ആൻഡ് ദിസ് ഇസ് ഷോൺ അറ്റ് ദാറ്റ് എമൗണ്ട് റിഗാർഡ്ലെസ് ഓഫ് കറന്റ് മാർക്കറ്റ് വാല്യൂ. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് വാല്യൂ നോക്കുന്നില്ല, പകരം അത് എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് ആ എമൗണ്ടിൽ തന്നെ, ഒറിജിനൽ കോസ്റ്റിൽ തന്നെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് എത്ര ആയിട്ടുണ്ട് ആ ഒരു ഐഡിയ കൊടുക്കുന്നത്. കാരണം അതനുസരിച്ചിട്ട് വേണം മറ്റു പല ഡിസിഷൻസും എടുക്കാനായിട്ട്. അത് ആ ഒറിജിനൽ കോസ്റ്റിലല്ല മെഷർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ, മാർക്കറ്റ് വാല്യൂലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആയ പൈസ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് വിൽ എഫക്ട് ദ ഡിസിഷൻ. സോ ആ ഒരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്. ആൻഡ് ലാസ്റ്റ് വൺ കൺട്രോൾ അക്കൗണ്ടിങ് ആണ്. ഇവിടെ കൺട്രോൾസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സിനകത്ത് എറേഴ്സും ഫ്രോഡുകളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു മെത്തേഡാണ് കൺട്രോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഒരു ചെക്ക്, ഏതൊരു ചെക്ക് ആണെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ നിന്നും 1000 rupeesന് മുകളിലുള്ള ഏതൊരു ചെക്ക് പോയാലും 2 പേരെങ്കിലും അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള 2 പേരെ വെച്ചിട്ടുണ്ടാവും. ഈ 2 പേർക്കും ഒരേപോലെ കള്ളത്തരം കാണിക്കാനായിട്ട്, ഇപ്പൊ ഞാൻ മാത്രം സൈൻ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് കള്ളത്തരം കാണിക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ വേറൊരാളും കൂടി ഇത് ചെക്ക് ചെയ്യും, അയാളും കൂടി ഇതിനകത്ത് സൈൻ വെക്കാനുള്ളതാണ്. ദാറ്റ് പേഴ്സൺ ഓൾസോ വിൽ സീ ദ ചെക്ക് ലീഫ് എന്ന് തോന്നിയാൽ എനിക്ക് കള്ളത്തരം കാണിക്കാനായിട്ട് പ്രയാസം ഉണ്ടാവും. അതുപോലെ മറ്റേ ആൾക്കും പ്രയാസം ഉണ്ടാവും. സോ അങ്ങനത്തെ നിയമങ്ങൾ, അങ്ങനത്തെ കൺട്രോൾ മെക്കാനിസംസ് വെച്ച് എറേഴ്സും ഫ്രോഡ്സും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് കൺട്രോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ തന്നെ ഒരു ടൂൾ ആണെന്ന് നമുക്ക് പറയാം. സോ ഇൻ ദിസ് വീഡിയോ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾമോസ്റ്റ് more than 15 types of tools and techniques used by management accountants.